എന്താണ് ഇവിടെ അടിയന്തരാവസ്ഥയാണോ? പലപ്പോഴും നമ്മൾ തമാശയായി ചോദിക്കാറുള്ള ചോദ്യമാണ്. എന്നാൽ അടിയന്തരാവസ്ഥ എന്ന ആ കാലഘട്ടം അത്ര തമാശയല്ലെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ഇനി ആചരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ജൂൺ 25ഓടെ ഇന്ത്യ അടിയന്തരാവസ്ഥയുടെ 50ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയോ രാഷ്ട്രീയ സാമൂഹിക ക്രമത്തെയോ സമ്പദ്ഘടനയോ അട്ടിമറിച്ചേക്കാവുന്ന അവിചാരിതമായി സംഭവിക്കുന്നതും അടിയന്തര പരിഹാരം ആവശ്യമായതുമായ ഘട്ടത്തിൽ ആ രാജ്യത്തെ ഭരണകൂടം രാജ്യത്തെ ഭരണഘടനയിലെ വകുപ്പുകൾ അനുസരിച്ച ഭരണ സംവിധാനം താൽക്കാലികമായി റദ്ദു ചെയ്തു. പൗരന്മാരുടെയും ഭരണ സംവിധാനത്തെയും അവകാശങ്ങളിൽ മാറ്റം വരുത്തി അപ്പോഴത്തെ പ്രത്യേക അവസ്ഥയെ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുന്നതിനെയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ആഭ്യന്തര കലാപം, പ്രകൃതിക്ഷോഭം, യുദ്ധപ്രഖ്യാപനം മുതലായവയെ തുടർന്നാണ് സാധാരണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അതിവിപുലമായ അധികാരങ്ങളാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന എക്സിക്യൂട്ടീവിന് നൽകുന്നത്. ഇതനുസരിച്ച് നിയമനിർമ്മാണം മുതൽ ഭരണത്തെ സമഗ്രമായി ബാധിക്കുന്ന മറ്റു കാര്യങ്ങളിൽ വരെ അതിന് ഇടപെടാനാകും. ഇന്ത്യയിലാകെ 3 പ്രാവശ്യമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962 1971 ഇത് രണ്ടും ഇന്ത്യ ചൈന, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്താണ്. ഇവ രണ്ടും വിദേശ ആക്രമണം മൂലമായിരുന്നുവെങ്കിൽ മൂന്നാമത്തേത് ആഭ്യന്തര കാരണത്താലാണ് പ്രഖ്യാപിച്ചത്. 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി AIR സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഒപ്പുവെച്ചിരുന്നു. അധികം താമസിക്കാതെ പവർ കട്ട് അടുത്ത 2 ദിവസത്തേക്ക് ഒന്നും അച്ചടിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതിനാൽ ഡൽഹിയിൽ അടക്കമുള്ള പത്രപ്രസ്സുകൾ ഇരുട്ടിൽ മുങ്ങി. മറുവശത്ത് ജൂൺ 26 പുലർച്ചെ 100 കണക്കിന് രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടി എതിർത്തു. തുടർന്ന് 2 വർഷത്തോളം പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്ത് ജനങ്ങൾ നിരവധി അതിക്രമങ്ങൾക്ക് ഇരയായി. ജനാധിപത്യത്തെ പുനർജീവിപ്പിക്കാൻ പോരാടിയ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മാവിന് ബഹുമാനിക്കാനാണ് ഇത്തരമൊരു തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസ് പോലുള്ള ഏകാധിപത്യ ശക്തികൾ അടിയന്തരാവസ്ഥ പോലുള്ള ഭീകരത ആവർത്തിക്കുന്നതിൽ നിന്ന് തടയാനാണ് ശ്രമമെന്നും ഷാ വ്യക്തമാക്കി. ഭരണഘടന ഉയർത്തി പ്രതിപക്ഷം ലോക്സഭയുടെ അകത്തും പുറത്തും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം നേരിടാനാണ് ഇത്തരമൊരു നീക്കമെന്ന വിലയിരുത്തലുമുണ്ട്. ലോക്സഭയിൽ ഭരണഘടന ഉയർത്തി കോൺഗ്രസ് സംസാരിക്കുമ്പോഴെല്ലാം അടിയന്തരാവസ്ഥ പറഞ്ഞാണ് ഭരണപക്ഷം എതിർത്തിരുന്നത്. അതേസമയം കേന്ദ്ര തീരുമാനത്തെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ നരേന്ദ്രമോദിയുടെ കാപട്യമാണ് പ്രഖ്യാപനത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു.